പ്രായമായവരെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗത്തെപ്പറ്റി, പാർക്കിൻസൺസ് ഡിസീസിനെ പറ്റി ഇന്ന് അല്പം ചിന്തിക്കാം. ആദ്യകാലം മുതൽ മനുഷ്യരാശിയോടൊപ്പം ഉണ്ടായിരുന്ന ഈ രോഗത്തെപ്പറ്റി ആയുർവേദ ആചാര്യന്മാരും പ്രാചീന ചൈനീസ് വൈദ്യന്മാരുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും 200 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ജെയിംസ് പാർക്കിൻസൺ എന്ന ഭിഷഗ്വരൻ നൽകിയ രോഗ വിവരണമാണ് ഇന്നും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ഉള്ളതും മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും. ഒരു സാഹിത്യകാരനും ചിത്രകാരനും ചരിത്രകാരനുമെല്ലാമായിരുന്ന ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ പാരാലിസിസ് അജിറ്റാൻ എന്ന് വിളിച്ചിരുന്ന ഈ രോഗത്തിൻ്റെ ലക്ഷണം 1817 വിവരിക്കുന്നത് ഇപ്രകാരമാണ്: റെസ്റ്റിംഗ് ട്രമേഴ്സ്, സ്വസ്ഥമായി ഇരിക്കുമ്പോഴും വിറയൽ അനുഭവപ്പെടുക. സാധാരണ ഒരു കൈയിലാണ് അല്ലെങ്കിൽ വിരലിലാണ് ആദ്യം ആരംഭിക്കുന്നതെങ്കിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കാം. മറ്റൊരു സിംറ്റം ശരീരത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും സാവധാനത്തിലാകുക എന്നതാണ്. ബ്രാഡിക്കൈനേസിയ എന്ന് വിളിക്കുന്ന ഈ സിംറ്റം കാരണം എല്ലാത്തരം മൂവ്മെൻറ്റും രോഗിക്ക് പ്രയാസം അനുഭവപ്പെടാം. ശരീരത്തിലെ പല മസിൽസും റിജിഡായി രോഗികൾക്ക് സ്റ്റിഫ്നെസ് അനുഭവപ്പെടാം. ഡോക്ടർ പാർക്കിൻസൺ, ജെയിംസ് പാർക്കിൻസന്റെ മരണശേഷം ഈ രോഗം പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വിളിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനം പാർക്കിൻസൺ രോഗദിനമായി ലോകം ഇന്ന് ആചരിക്കുകയും ചെയ്യുന്നു. പാർക്കിൻസൺ രോഗിയുടെ ശരീരത്തിന് ഒരു കൂനലുണ്ടാകാം. മസിൽസിൻ്റെ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്സ് കുറയുന്നതിനാൽ രോഗിക്ക് ചിരിക്കാനും മന്ദഹസിക്കാനും സാധിക്കാതെ ഒരു വികാരമില്ലാത്ത ബ്ലാങ്ക് ഫേസ് ഉണ്ടായെന്ന് വരാം. നടക്കുമ്പോൾ എല്ലാവരെയും പോലെ അവരറിയാതെ കൈവീശാൻ സാധിച്ചെന്ന് വരികയില്ല. സംസാരം സ്ലോ, സോഫ്റ്റ് ആൻഡ് മൊണോട്ടോണിലാകാം. തങ്ങളുടെ കൈയക്ഷരം കാലക്രമേണ ചെറുതായി വരുന്നതായിരിക്കാം ചിലപ്പോൾ രോഗികളുടെ കംപ്ലൈൻറ്റ്. പല രോഗികൾക്കും മണക്കുവാനുള്ള ഘ്രാണശക്തി നഷ്ടപ്പെടാം. രോഗം വർദ്ധിക്കുമ്പോൾ സ്വാളോ ചെയ്യുവാനും വിഴുങ്ങുവാനും പ്രയാസമുണ്ടാകും. രോഗി പിടച്ചു വീഴുവാനും വളരെ സാധ്യത വർദ്ധിക്കുന്നു. ക്ഷീണവും തലകറക്കവുമെല്ലാം പല പാർക്കിൻസൺ രോഗികളിലും സാധാരണമാണ്. ചിലപ്പോൾ മെൻ്റൽ ഡിപ്രഷനോ ഓർമ്മക്കുറവോ ആകാം ആദ്യത്തെ രോഗിയുടെ സിംറ്റം. 1960 മധ്യത്തിൽ കേരളത്തിൽ ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും തുടർന്ന് ഹൗസ് സർജനായിരിക്കുമ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ 1-2 പാർക്കിൻസൺസ് രോഗികളെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് അക്കാലത്തെ MBBS MD പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ ടെസ്റ്റ് ചെയ്യുവാനായി രോഗികളെ പ്രതിഫലം നൽകി എക്സാമിനേഷൻ സമയങ്ങളിൽ അക്കാലത്ത് വരുത്താറുണ്ടായിരുന്നു. അക്കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പരീക്ഷാ സമയങ്ങളിൽ എപ്പോഴും അഡ്മിറ്റ് ചെയ്യാറുള്ളായിരുന്ന ഒരു പാർക്കിൻസൺ രോഗിയായ സ്വാമി ഉണ്ടായിരുന്നു. അങ്ങേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുടൻ ഹൗസ് സർജൻസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം വിവരം നൽകും: നമ്മുടെ പാർക്കിൻസൺ സ്വാമി ഒരു പരീക്ഷയിൽ ഒരു ടെസ്റ്റ് കേസായി കാണുമെന്ന്. എന്നാൽ ഇന്ന് ഒരു ക്ഷാമവുമില്ലാതെ പാർക്കിൻസൺ സ്വാമികൾ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം പാർക്കിൻസൺസ് ഡിസീസ് സാധാരണ 50-60 വയസ്സുകൾക്ക് ശേഷം ആരംഭിക്കുന്നത് ആകയാൽ ഇന്ന് ശരാശരി മനുഷ്യരുടെ ആയുസ് വർദ്ധിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ പാർക്കിൻസൺ രോഗികൾ ഉണ്ടാകുന്നു എന്നതാണ്. ഈ രോഗത്തിന് 2 മൂലകാരണങ്ങളാണ് ഉള്ളതെന്ന് കരുതപ്പെടുന്നു. ജെനറ്റിക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ജനിതകമായി എത്താവുന്നതാവാം. മറ്റൊരു കാരണം കെമിക്കൽ പൊല്യൂഷൻ. നമ്മുടെ നാട്ടിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പല പെസ്റ്റിസൈഡ്സും പാർക്കിൻസന്റെ വർധനവിന് കാരണമാണെന്ന് വിദഗ്ധന്മാരിൽ പലർക്കും ശക്തമായ അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ പല മാനസിക രോഗങ്ങൾക്കും സൈക്യാട്രിസ്റ്റ് നൽകാറുള്ള ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് പാർക്കിൻസൺ രോഗമല്ലെങ്കിലും പാർക്കിൻസൺ രോഗത്തിൻ്റെ സിംറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ രോഗത്തിന് കാരണമായ പത്തോളജി നമ്മുടെ തലച്ചോറിൻ്റെ മിഡ് ബ്രെയിനിൽ സബ്സ്റ്റാൻഷ്യ നയഗ്ര എന്ന ഭാഗത്ത് ഡോപ്പാമിൻ എന്ന ന്യൂറോ ഹാർമോൺ നിർമ്മിക്കുന്ന സെൽസ് നശിച്ചു പോകുന്നതാണ്.
ഇത്തരം സെൽസ് 60% നശിച്ചു കഴിയുമ്പോഴാണ് സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ രോഗത്തിന് ലാബറട്ടറി ടെസ്റ്റുകളോ എക്സ്റേകളോ സ്കാനിങ്ങോ ഒന്നുമില്ല. രോഗിയുടെ ക്ലിനിക്കൽ പരിശോധന കൊണ്ട് മാത്രം ശരിയായ ഒരു ഡയഗ്നോസിലെത്തണം. രോഗി മരിച്ച ശേഷം അയാളുടെ ബ്രെയിൻ സെൽ എടുത്തു മുടുമ്പോൾ അതിലെ ലൂയി ബോഡീസ് എന്ന സബ്സ്റ്റൻസ് കണ്ടതിനാൽ പത്തോളജിസ്റ്റ് രോഗിക്ക് മരിക്കുന്നതിന് മുമ്പ് പാർക്കിൻസൺ രോഗമുണ്ടെന്ന് പറയുകയല്ലാതെ മരിക്കുന്നതിന് മുമ്പ് രോഗം നിശ്ചയിക്കാനായിട്ട് ടെസ്റ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഉപയോഗിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് ഡോപ്പാമിൻ നിർമ്മിക്കുന്ന സെൽസ് അധികം നശിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ശരിയായ ഡയഗ്നോസിസിലെത്തുക എന്നതാണ് പ്രധാനം. രോഗമുണ്ടെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ പാർക്കിൻസൺ രോഗം ഉൾപ്പെടെ മൂവ്മെന്റ് ഡിസോർഡറിൽ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനും ആവശ്യമാണ്. മറ്റനേക രോഗങ്ങളും ഈ രോഗത്തോടൊപ്പം കൂട്ടുകാരായി എത്തുന്നതിനാൽ രോഗിയുടെ പേഴ്സണൽ ഫിസിഷ്യൻ ആദ്യ മാസങ്ങളിലെങ്കിലും രോഗിയെ എല്ലാ മാസവും കണ്ടിരിക്കണം എന്നതാണ് കരുതുന്നത്. പാർക്കിൻസൺ രോഗം ചികിത്സിച്ച് പരിപൂർണമായി സുഖമാക്കുവാൻ സാധ്യമല്ല. എങ്കിലും മരുന്നുപയോഗിച്ച് രോഗം വളരെ ആശ്വാസകരമായി ദീർഘനാള് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഈ രോഗം ആരംഭിച്ച ശേഷവും 30-ലധികം വർഷം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ജീവിതം നയിച്ച അനേക രോഗികളെ എനിക്കറിയാം. മുൻ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി പാർക്കിൻസൺ രോഗം ആരംഭിച്ച് 25 വർഷത്തോളം ലോകം മുഴുവൻ സന്ദർശിച്ച് ഈ രോഗത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തിയിരുന്നു. നടൻ മൈക്കൽ ജെ ഫോക്സ് ഇവിടെ ഹോളിവുഡിലെ ഒരു നമ്മുടെ മമ്മൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പാർക്കിൻസൺ രോഗം ആരംഭിച്ച ശേഷവും വളരെ വിജയകരമായി 24 ലോകപ്രസിദ്ധമായ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ദീർഘകാലം പാർക്കിൻസൺ രോഗിയായിരുന്ന പോൾ ജോൺ രണ്ടാമൻ മാർപ്പാപ്പായെ 2002 പാത്രികീസാഖ പ്രഥമനെ സന്ദർശിക്കുവാൻ എത്തുന്ന അവസരത്തിൽ 2 ദിവസം അദ്ദേഹത്തെ അടുത്തു നിന്ന് വീക്ഷിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പാർക്കിൻസൺ രോഗം അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയെ വലുതായി നശിപ്പിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മൂലം മധ്യസ്ഥ പ്രാർത്ഥനയാൽ നടന്ന 2 അത്ഭുതങ്ങളിൽ ഒന്ന് ഒരു പാർക്കിൻസൺ രോഗി പൂർണ്ണ സുഖം പ്രാപിച്ചു എന്നത് യാദൃച്ഛികമല്ലാതാകാം. സിനുമെറ്റ് എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന കാർബിഡോപ്പ ലീവിഡോപ്പ എന്ന മരുന്നാണ് കഴിഞ്ഞ 40ഓളം വർഷമായി മുഖ്യമായി ഉപയോഗിക്കുന്ന മരുന്ന്. ഈ മരുന്ന് തലച്ചോറിലെത്തി ഡോപ്പാമിനായി കൺവേർട്ട് ചെയ്യപ്പെട്ട് രോഗിയുടെ സംരംഭങ്ങൾ നിയന്ത്രിക്കുന്നു. ദീർഘനാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ മരുന്നിന്റെ പ്രവർത്തന ശക്തി കുറയും, ഇൻവോളണ്ടറി മൂവ്മെന്റ് പ്രത്യക്ഷപ്പെട്ടെന്ന് വരും. ആ അവസരങ്ങളിൽ ഡോപ്പാമിൻ ആഗണിസ്റ്റ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കുന്നു. ഈ മരുന്ന് ഡോപ്പാമിൻ പോലെ തലച്ചോറിൽ ഡോപ്പാമിനായി കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഡോപ്പാമിനെ മിമിക് ചെയ്ത് എല്ലാ ഫലവും നൽകുന്നു. ഗുളികകളായോ സ്കിൻ പാച്ചസ് ആയിട്ടോ കുത്തിവയ്പായിട്ടോ ഈ മരുന്ന് ലഭ്യമാണ്. MAO ഇൻഹിബിറ്റേഴ്സ്, COMT ഇൻഹിബിറ്റേഴ്സ് തുടങ്ങിയ പുതിയ മരുന്നുകളും മൂവിംഗ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചികിത്സകളെല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുന്ന ഒരു ആധുനിക ശസ്ത്രക്രിയയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡ് ശസ്ത്രക്രിയയിലൂടെ തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ ഘടിപ്പിക്കുന്നു. ഇത് ഹൃദയത്തിൽ ചെസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാറ്ററിയിൽ നിന്ന് ഊർജം ലഭിക്കുന്നു. ഹൃദയത്തിൽ ഘടിപ്പിക്കുന്ന പേസ് മേക്കർ മൂലം ഹാർട്ടിന്റെ ഗതി ഘടിക്കുന്നത് പോലെ ഒരു ബ്രെയിൻ പേസ് മേക്കറാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ചിക്കാഗോയിൽ 2 ആശുപത്രികൾ, യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലും നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലും ഇത്തരം സർജറികൾ ധാരാളം നൽകപ്പെടുന്നുണ്ട്. ഇത്തരം ബ്രെയിൻ സ്റ്റിമുലേഷൻ ശസ്ത്രക്രിയ മൂലം 60% രോഗികളിൽ പാർക്കിൻസൺ രോഗം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുവെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നു. പാർക്കിൻസൺ രോഗം പ്രായമായവരെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞില്ലേ? ഈ രോഗം
മനുഷ്യരെ 150 വർഷം വരെ ജീവിക്കുവാനിടയായാൽ എല്ലാവർക്കും പാർക്കിൻസൺ രോഗം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ രോഗം പ്രതിരോധിക്കുവാൻ എന്ത് ചെയ്യണമെന്നതിനെപ്പറ്റി പരിമിതമായ അറിവുകളെ നമുക്കുള്ളൂ. വ്യായാമം ദിവസവും ചെയ്യുന്നവരിൽ പാർക്കിൻസൺ കുറവാണ്. അതുപോലെ എന്തുകൊണ്ടോ റെഗുലറായിട്ട് കാപ്പിയോ ഗ്രീൻ ടീയോ കഴിക്കുന്നവരിലും പാർക്കിൻസൺ രോഗം കുറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പാർക്കിൻസൺ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ രോഗത്തിന്റെ ഗതിയും ചികിത്സയ്ക്കുള്ള റെസ്പോൺസും ഓരോ രോഗികളിലും വ്യത്യസ്തമായിരിക്കാം. മാർപ്പാപ്പായും മുഹമ്മദ് അലിയും മൈക്കിൾ ജെ ഫോക്സുമെല്ലാം അനേക ദശകങ്ങളായി ഈ രോഗത്തെ നേരിട്ടു. എങ്കിലും അനേക കോടി ജനങ്ങളെ ചിരിപ്പിച്ചു രസിപ്പിച്ച ഒരു ഉത്തമ മനുഷ്യസ്നേഹിയെന്ന് അടുത്തുള്ളവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കൊമേഡിയനായ റോബിൻ വില്യംസ് പാർക്കിൻസൺ രോഗം ആരംഭിച്ച് പ്രാരംഭദശയിൽ ഡിപ്രഷൻ കാരണം 62-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തത് ഈ അടുത്ത കാലത്താണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഡോപ്പ മരുന്നിന്റെ സൈഡ് എഫക്ട്സ് കാരണം പുതുതായി ഉപയോഗിക്കുന്ന ഡോപ്പാമിൻ അഗണിസ്റ്റ് മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റിനെ കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. ന്യൂറോ സയൻസ് ജേർണലുകളിലാണ് ഡോപ്പാമിൻ അഗണിസ്റ്റിന്റെ ഈ പാർശ്വഫലം ഉണ്ടാക്കുന്ന ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഫ്ലോറിഡയിൽ തന്റെ ഭാര്യയുമൊത്ത് ദീർഘകാലം 55 വർഷം സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന ഒരു പാർക്കിൻസൺ രോഗി ഈ പുതിയ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് 43 വയസ്സായ തന്റെ ഹോം നേഴ്സുമായി പ്രണയത്തിലായി. 82 വയസ്സുണ്ടായിരുന്ന ഭാര്യയെ ഉപേക്ഷിച്ച് പരിചാരികയുമായി അദ്ദേഹം താമസം മാറ്റി. ഈ വൃദ്ധനിലുണ്ടായ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഈ ഡോപ്പാമിൻ അഗണിസ്റ്റിന്റെ പാർശ്വഫലമാണെന്ന് ഡോക്ടർ മനസ്സിലാക്കിയതിനാൽ അത് നിർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ കാമുകിയെ ഉപേക്ഷിച്ച് വൃദ്ധൻ തന്റെ പഴയ ഭാര്യയുടെ അടുത്ത് തിരിച്ചെത്തി. എന്നാൽ 1 വർഷത്തിന് ശേഷം മറ്റൊരു ഡോക്ടറിൽ നിന്ന് ഇതേ മരുന്ന് വീണ്ടും ലഭിച്ച രോഗി ഇത്തവണ 33 വയസ്സായ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലായി. മറ്റൊരു റിപ്പോർട്ട് ന്യൂയോർക്കിൽ നിന്ന് പറയുന്നു 82 വയസ്സായ കോടീശ്വരിയായ ഒരു ധനിക വിധവ ഈ മരുന്ന് തുടങ്ങിയതിനെ തുടർന്ന് തന്റെ 28 വയസ്സായ ഡ്രൈവറുമായി പ്രണയത്തിലായെന്ന് മാത്രമല്ല അവര് ലോസ് വേഗാസിൽ പോയി ഒരു ഭീമമായ തുക ഗാംബിൾ ചെയ്ത് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസിലും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അറിയിപ്പുകളിലും കുറച്ചു രോഗികളിൽ മാത്രമേ ഈ സെക്ഷൽ ഓവർ സ്റ്റിമുലേഷനും ഗാംബ്ലിങ്ങും ഷോപ്പിംഗ് സ്പ്രീ തുടങ്ങിയ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. എങ്കിലും പാർക്കിൻസൺ ഡിസീസിനും റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിനും അനേക വർഷമായി ഈ ഡോപ്പാമിൻ അഗണിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മേയോ ക്ലിനിക്കിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 17.2% ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന പാർക്കിൻസൺ രോഗികളിൽ ഭാഗികമായെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ്. രോഗിയുടെ ബന്ധുക്കളും രോഗിയുടെ ജീവിത കൂട്ടാളികളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കോംപ്ലിക്കേഷനാണ്. ഇതൊരു നല്ല സൈഡ് എഫക്റ്റ് ആണെന്ന് കരുതി പാർക്കിൻസൺ രോഗം ഇല്ലാത്ത എൻ്റെ പ്രേക്ഷകരിൽ ആരും ദയവായി ഇത് പരീക്ഷിക്കാൻ പോകരുത്. ഹൈപ്പർ സെക്ഷുവാലിയും പ്രണയഭാരവശ്യവും അല്ലാതെ മറ്റനേകം അപകടകരമായ സൈഡ് എഫക്ട്സും ഈ മരുന്നിനുണ്ട്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.